ഹണിറോസ് കൊണ്ടുവരുമോ ഇനോഗ്രേഷൻ? ഹണിറോസിനെ കൊണ്ടുവരാൻ എന്താ കുഴപ്പം? ഹണിറോസ് വിളിച്ചാൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കും. എന്നെ സംബന്ധിച്ച് ബിസിനസ്സാണ്, വ്യക്തിപരമായിട്ട് ആരോടും ഒരു വൈരാഗ്യമില്ല. ഇനി ഹണിറോസിന് എന്നോട് വല്ലതും ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, വൈരാഗ്യം ഉണ്ടോന്ന്. നമ്മൾ ആരും മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല മനഃപൂർവ്വം. പിന്നെ എന്താണെന്ന് അറിയില്ല. അപ്പൊ തീർച്ചയായിട്ടും ബിസിനസ് വിളിച്ചാൽ വരുന്നുണ്ടെങ്കിൽ വിളിക്കും. ഞാൻ ആരോടും ബിസിനസ്സാണ് പ്യുവർലി. അല്ല അങ്ങനെ തന്നെയല്ലേ? നമുക്ക് ആരോട് ഇതിപ്പോ ആള് കണ്ട സൽമാൻ ഖാൻ വന്നപ്പോ ഇപ്പൊ വിളിച്ചപ്പോ ബോഡി ഷേമിങ്ങിന്റെ ഒക്കെ എക്സ്ട്രീം ലെവലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ കംപ്ലൈന്റ് കൊടുക്കാം അങ്ങനെയൊക്കെയുള്ള, അതായത് നമുക്ക് വേറെ ഓപ്ഷൻ എന്നാലും ഇത് എത്രയാന്ന് വെച്ചിട്ടാണ് എന്താ ചെയ്യുക? ഈ എഴുതുന്ന ആളുകൾ തന്നെ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഇത്രയൊക്കെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഞാൻ പണം വാങ്ങിച്ച് തന്നെയാണ് ബോബി ചെമ്മണ്ണൂറിന്റെ പ്രോഗ്രാമിൽ പോയിരിക്കുന്നത്, ഒരു ഡൗട്ടും വേണ്ട. അതൊരു ബിസിനസിന്റെ ഭാഗം കൂടിയാണ്. ഞാൻ എന്തുകൊണ്ടാണ് അവർ സെലിബ്രിറ്റീസിനെ വെക്കുന്നത്? ഒരു പബ്ലിക് അട്രാക്ഷൻ കുറച്ചും കൂടി കിട്ടും. അന്നത്തെ ദിവസം മറ്റേത് ദിവസത്തേക്കാൾ കൂടുതലും സെയിൽസ് അവിടെ നടക്കും. അതൊരു റിയാലിറ്റിയാണ്. അതല്ലാതെ അതൊരു ആരും എനിക്കോ അല്ല എന്നെ പോലുള്ള മറ്റ് സെലിബ്രിറ്റീസ്, ഇനോഗ്രേഷൻ ചെയ്യുന്ന സെലിബ്രിറ്റീസിന് ഒരു ഔദാര്യം ചെയ്തു കൊടുക്കുന്നതല്ല. ജ്വല്ലറി ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയ നടിയെ കുന്തി ദേവി എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ വിളിച്ചത്. വേദിയിൽ ആളുകൾ ഇത് കേട്ട് ചിരിച്ചു. പക്ഷേ അതായിരുന്നു പ്രശ്നങ്ങളുടെ യഥാർത്ഥ തുടക്കം എന്ന് പറയാം. അന്നേ സമയം ശരീരഘടനയുടെ പേരിൽ തന്നെ ഹണി റോസ് സോഷ്യൽ മീഡിയയിൽ നേരിടുന്ന സൈബർ ബുള്ളിങ്ങിന്റെ ഒരു പാക്ക് പീരീഡ് ആയിരുന്നു അത്. ട്രോളുകളും മീമും ബോഡി ഷെയ്മിങ്ങുള്ള റീൽസും ആ ഒരു മെന്റൽ പ്രഷറിന്റെ നടുവിലായിരുന്നപ്പോഴാണ് ജനക്കൂട്ടത്തിന്റെ മുന്നിൽ വെച്ച് ദ്വയാർത്ഥ പരാമർശങ്ങളോടെ അപമാനിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തിന് വിളിച്ചവരെ മാനിച്ച് വേദിയിൽ തന്നെ ഒരു പ്രശ്നവും സൃഷ്ടിക്കേണ്ട എന്നായിരുന്നു ഹണി റോസിന്റെ തീരുമാനം. അവരൊന്നും പറയാതെ ചിരിച്ചുകൊണ്ട് സ്റ്റേജ് സജ്ജീകരിച്ചു. പക്ഷേ ആ ഒരു ചിരി എന്ന് പറയുന്നത് ഒരു മനോവിശ്വം മറച്ചുള്ള ചിരിയായിരുന്നു എന്നത് നടി പിന്നീട് തുറന്നു പറഞ്ഞു. സംഭവം പുറത്തു വന്നപ്പോൾ സോഷ്യൽ മീഡിയ രണ്ടായിട്ട് പിരിഞ്ഞു. നടി അർഹിക്കുന്നതാണ് പരിഹാസമെന്നും അവൾ ഗ്ലാമർ ഡ്രസ് ഇട്ട് വരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെ വിക്ടിമിനെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു ഭാഗം. എന്നാൽ ഹണി റോസ് അതിനൊക്കെ മറുപടി പറഞ്ഞത്, ഈ ജ്വല്ലറിയുടെ ഉദ്ഘാടനങ്ങൾ ഞാൻ പതിറ്റാണ്ട് ചെയ്യുന്ന ആളാണ്, ഒരിക്കലും ഇങ്ങനെ പെരുമാറിയിട്ടില്ല. പക്ഷെ ആ ദിവസം മുന്നിൽ നിൽക്കുന്ന ഒരാൾ തന്നെ അപമാനിച്ചു. ഇത്രയും മോശം അനുഭവം ആദ്യമായിട്ടാണ്. വേദിയിൽ പ്രശ്നം സൃഷ്ടിക്കാത്തത് ഉടമസ്ഥരോടുള്ള ആദരവ് കൊണ്ടും ഇവന്റെ നെഗറ്റീവ് ആകരുതേ എന്നുള്ള ചിന്ത കൊണ്ടുമായിരുന്നു. ഞാൻ ഇന്നേ വരെ ഒരാളോട് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നും പരിപാടി നെഗറ്റീവായി മാറരുതെന്ന് കരുതി മിണ്ടാതിരുന്നതാണ് എന്നാണ് പിന്നീട് ഹണി റോസ് പറഞ്ഞത്. അതിനുശേഷം നടി നിയമപരമായിട്ടുള്ള നടപടികളാണ് എടുത്തത്. എന്തായാലും ആ ഒരു നിയമ നടപടി എടുത്തതിന് പിന്നാലെ ഹണി റോസിന് ഒരുപാട് വിമർശനങ്ങൾ കേട്ടു. കാരണം ആ ഒരു ടൈമിൽ ബോബി ചെമ്മണ്ണൂറിനെ സപ്പോർട്ട് ചെയ്തായിരുന്നു ഒരുപാട് മിക്ക ആളുകളും ഉണ്ടായിരുന്നത്. അതോടെ ഹണി റോസിന്റെ കരിയർ തന്നെ പോയ ഒരു അവസ്ഥയിലാണ്. പുള്ളിക്കാരി നമ്മളിപ്പോൾ അധികം ഒന്നും അങ്ങനെ കാണാറില്ല. മുൻപ് എപ്പോഴും ഉദ്ഘാടന വേദിയിലെ താരമായിരുന്ന ഹണി റോസ് ഇപ്പോൾ വല്ലപ്പോഴും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അതും വിരലിൽ എണ്ണാവുന്ന സ്ഥലം അല്ലെങ്കിൽ അത്രയും ദിവസങ്ങളിൽ മാത്രമാണ് ഹണി റോസിനെ പുറത്ത് കാണുന്നത്. എന്തായാലും ഈ ഒരു വിവാദം വലിയ രീതിയിൽ ഹണി റോസിന്റെ കരിയർ തന്നെ ഇല്ലാതാക്കി എന്ന് വേണം പറയാൻ. എന്നാൽ നമ്മുടെ ബിസിനസ്സുകാരനായിട്ട് ബോബി ചെമ്മണ്ണൂർ എല്ലാ സ്ഥലത്തും ബിസിനസ്സുകളും ഉദ്ഘാടനങ്ങളും ഒറ്റക്കെ നടക്കുവാണ്. കഴിഞ്ഞ ദിവസം തന്റെ ജ്വല്ലറി ഉദ്ഘാടനത്തിനിടയിലാണ് ഒരു മാധ്യമം ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി അദ്ദേഹം പറഞ്ഞത്. അതായത് ഇനി ഹണി റോസിനെ വിളിക്കുമോ എന്നുള്ള ചോദ്യത്തിനായിരുന്നു ബോബി ചെമ്മണ്ണൂർ മറുപടി നൽകിയത്. എനിക്ക് ആരോടും വൈരാഗ്യമില്ല, എനിക്ക് ബിസിനസ് ആണ് പ്രാധാന്യം. ഹണി റോസ് വിളിച്ചാൽ വരുമെങ്കിൽ ഞാൻ വീണ്ടും വിളിക്കും. വ്യക്തിപരമായിട്ട് എനിക്ക് ആരോടും ഒരു വിരോധവുമില്ല. ഇതായിരുന്നു ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ കാര്യങ്ങൾ. ഈ ഒരു വിവാദത്തിൽ സംഭവിച്ചത് എന്താണ്? ഇതിലെ സംഭവങ്ങൾ നമ്മൾ കണ്ടത് ഒരു വേദിയിലുണ്ടായ ഒരു സ്ലിപ്പ് ഓഫ് ടങ് മാത്രമല്ല, രണ്ടുപേരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്ന വ്യക്തിപരമായിട്ടും പ്രൊഫഷണലുമുള്ള ബൗണ്ടറീസ് ഒന്ന് തുറന്നു കാണിച്ച ഒരു സാഹചര്യം. ഒരു വശത്ത് ഹണി റോസും സ്വന്തം ഡിഗ്നിറ്റി സംരക്ഷിക്കുവാൻ എടുത്ത ഉറച്ച തീരുമാനവും, മറുവശത്ത് ബോബി ചെമ്മണ്ണൂർ ബിസിനസ് ആംഗിൾ മാത്രം നോക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ സമീപനം. രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടില്ല, രണ്ടുപേരും തമ്മിൽ ഒരു പേഴ്സണൽ വിരോധവുമില്ല. പക്ഷെ രണ്ട് വ്യത്യസ്ത ലോകങ്ങൾ ഒരു വേദിയിൽ ഏറ്റുമുട്ടിയതാണ് പ്രശ്നമായത്. ഹണി റോസ് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വലിയ ശതമാനവും കാര്യമുണ്ട്. അതായത് അവർ ജീവിതത്തിൽ ഒരുപാട് ബോഡി ഷേമിംഗ് നേരിട്ട ഒരു വ്യക്തിയാണ്. അവർ പറഞ്ഞതുപോലെ തന്നെ വേദിയിലെ ആ ഒരു പരാമർശം ചിരിച്ചുകൊണ്ട് പോയെങ്കിലും അവരുടെ അന്തരംഗത്തെ അത് അടർത്തിയിരുന്നു. ഹണി റോസിന്റെ പേഴ്സ്പെക്റ്റീവ് വെച്ച് നോക്കുമ്പോൾ ഡിഗ്നിറ്റി നഷ്ടപ്പെടുന്നിടത്ത് പ്രവർത്തിക്കില്ല എന്നും ആരും കാണാതിരിക്കുന്ന ഒരു വേദന അവർ മാത്രം അതിജീവിച്ചു. പ്രശ്നം അവോയ്ഡ് ചെയ്തത് ഇവന്റ് ഹോണർ ചെയ്തതുകൊണ്ടും പിന്നീട് ലീഗൽ ആക്ഷൻ എടുത്തതും സെൽഫ് റെസ്പെക്ട് കാത്തത് കൊണ്ടാണ്. ഇതാണ് ഹണി റോസിന്റെ ഒരു മൂവ് എന്ന് പറയുന്നത്. ഹണി റോസിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് സ്ത്രീകൾ രംഗത്ത് വന്നത്. അതായത് ഒരു സ്ത്രീയുടെ ഡിഗ്നിറ്റി വേദിയിൽ ചിരിച്ചു മറയ്ക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് പറഞ്ഞായിരുന്നു. അതേസമയം ബോബി ചെമ്മണ്ണൂരുടെ നിലപാടാണെങ്കിലോ വളരെ ഇമോഷണലും അല്ല.
പ്യുവർലി ഒരു ബിസിനസ് ഓറിയന്റഡ് ആണ്. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് എനിക്ക് ആരോടും വിരോധമില്ല എന്ന്. ഹണി റോസ് വരുമെങ്കിൽ വീണ്ടും വിളിക്കുമെന്ന് അദ്ദേഹം പറയുന്നതും അതും അദ്ദേഹം ഒരു ബിസിനസിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ്. അതായത് ഒരു കച്ചവടക്കാരന്റെ ഒരു കാഴ്ചപ്പാടിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം ബിസിനസ്സിലേക്ക് കൊണ്ടുവരില്ല. പിന്നെ ഇവന്റിൽ എന്തെങ്കിലും പറഞ്ഞത് ഇന്റൻഷനലി ആയിരുന്നില്ല എന്നുള്ള സൂചനയും അദ്ദേഹം കൊടുക്കുന്നുണ്ട്. താൻ ആരോടും ഹോസ്റ്റിലിറ്റി കാണിക്കാറുമില്ല. ബിസിനസ് വേൾഡ് പല തീരുമാനങ്ങളും ഇമോഷണൽ അല്ല, പ്രാക്ടിക്കൽ ആണ്. അതിൽ തെറ്റൊന്നുമില്ല. അവർ അപ്പോളജി ടോണിലും ഇൻഡയറക്ട്ലിയും വ്യക്തമാക്കി. ഇവിടെ ഇരുവരും തെറ്റായില്ല. ഇരുവരുടെയും സാഹചര്യം കാരണവുമാണ് വ്യത്യസ്തമായത്. അതായത് ബോഡി ഷേമിംഗ് നോർമൽ ആക്കിയതും സ്ത്രീയുടെ വേദന ഓവർ റിയാക്ഷൻ എന്ന് പറഞ്ഞതും ഗ്ലാമർ എന്ന വാക്ക് ഡിഗ്നിറ്റിയുടെ വിരുദ്ധമായിട്ട് ഉപയോഗിക്കുന്നതും ഒരു ചെറിയ സ്ലിപ്പ് ആയാലും ഇൻഫ്ലുവൻസറിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ട്രെൻഡ്. ഇതിൽ നിന്ന് പഠിക്കേണ്ടത് റെസ്പെക്ട് എന്ന് പറയുന്നത് ഒരു ഓപ്ഷണൽ അല്ല, ഹ്യൂമിലേഷൻ എന്ന് പറയുന്നത് ജോക്കുമല്ല. ബിസിനസ് എന്ന് പറയുന്നത് ഇമോഷൻ ഇല്ലാതെ നടക്കാം, പക്ഷേ മനുഷ്യനെ ആദരിക്കുന്നത് ബിസിനസിനേക്കാൾ വലിയൊരു ക്വാളിറ്റിയാണ്. ഈ ഒരു സംഭവത്തിൽ തെറ്റുകാരെ അന്വേഷിച്ചാൽ ഒരാളുമില്ല. കാരണം രണ്ടുപേരും സ്വന്തം വ്യൂ പോയിന്റിന് സത്യസന്ധരാണ്. ഹണി റോസ് സ്വാഭിമാനത്തിനായിട്ട് പിറകോട്ടില്ലാതെ നിന്നു. ഇതൊരു ഇൻഡിവിജ്വൽ വിക്ടറിയാണ്. ഒരുപാട് സ്ത്രീകൾക്ക് അവൾ ഒരു ബൗണ്ടറി തന്നെ വെച്ചു. ബോബി ചെമ്മണ്ണൂരുടെ കാര്യത്തിലാണെങ്കിൽ ബിസിനസ് ലോജിക് അനുസരിച്ച് സംസാരിച്ചു പോവുകയാണ്. അദ്ദേഹത്തിന്റെ നിലപാടെന്ന് പറയുന്നത് പ്രൊഫഷണൽ ഈസ് നോട്ട് പേഴ്സണൽ എന്നാണ് പറഞ്ഞത്. പക്ഷേ സമൂഹം പഠിക്കേണ്ടതോ റെസ്പെക്ട് ഇസ് ദ മിനിമം റിക്വയർമെന്റ്. അത് എവിടെയാണ്? ഗ്ലാമറിനും ഫെയിമിനും ബിസിനസിനും മുന്നിൽ. ഒരു വേദിയിലെ ഒരു പരാമർശം ഒരു സ്ത്രീയുടെ മാനത്തോട് കളിക്കാനുള്ള ഒരു ലൈസൻസുമല്ല. എന്തായാലും ഇവർ രണ്ടുപേരും അവരവരുടെ നിലപാട് വ്യക്തമാക്കി. ഇപ്പോൾ നമുക്ക് വ്യക്തമാക്കേണ്ടത് മാത്രം എന്റർടൈൻമെന്റിനേക്കാളും ബിസിനസിനേക്കാളും വലിയത് മനുഷ്യന്റെ ഡിഗ്നിറ്റി ആണ് എന്നുള്ളതാണ്. ഈ സംഭവത്തിന്റെ വലിയ ചിത്രം നമ്മുടെ സമൂഹത്തെയാണ് തുറന്നു കാണിക്കുന്നത്. ഒരു സ്മോൾ ജോക്ക്, ഒരു കാഷ്വൽ കമന്റ്, ഒരു സ്ലിപ്പ് ഓഫ് ടങ്, അത് മറ്റൊരാളുടെ മനസ്സ് തകർക്കാൻ മതി. ആദരം, ഡിഗ്നിറ്റി, മാന്യത ഇവ ബിസിനസിനും പോപ്പുലാരിറ്റിക്കും മുന്നിൽ വരേണ്ടതാണ്. ഹണി റോസും ബോബി ചെമ്മണ്ണൂരും തങ്ങളുടെ വഴിയിൽ ശരിയാണ്. പക്ഷേ നമുക്ക് ശരിയാക്കേണ്ടത് ഹ്യൂമിലേഷൻ നോർമൽ ആക്കരുത് എന്നുള്ളതാണ്. പിന്നെ ബോഡി ഷേമിംഗ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യരുത്. വുമണെ ഒബ്ജക്റ്റിഫൈയും ചെയ്യരുത്. റെസ്പെക്ട് മിനിമം റിക്വയർമെന്റ് ആണ്, അത് ഓപ്ഷണൽ അല്ല. ഇവിടെ ഇവരുടെ പ്രസ്താവനകൾ നമ്മെ ഒരു കാര്യം പഠിപ്പിക്കുന്നു. കലാകാരന്മാർക്കും ബിസിനസ് ജയന്റുകൾക്കും അതീതമായിട്ട് ഒരു മനുഷ്യനെ ആദരിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത്. അതിൽ നമ്മൾ ജയിച്ചാൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ നമ്മളെ വിഭജിക്കാതെ ചിന്തിപ്പിക്കും. എന്തായാലും ഇന്നത്തെ ഈ സംഭവത്തെ കുറിച്ചുള്ള എന്റെ വിചാരങ്ങൾ കേട്ട് ഈ ഒരു വീഡിയോയുടെ അവസാനം വരെ കൂടെ നിന്ന എല്ലാവർക്കും വലിയ നന്ദി. അഭിപ്രായങ്ങൾ വേറെയാകാം, വീക്ഷണങ്ങളും വേറെയാകാം. പക്ഷെ റെസ്പെക്ട് കൂടെ കൊണ്ട് നടക്കുമ്പോൾ ഏറ്റവും കഠിനമായിട്ടുള്ള വിഷയങ്ങളും നമുക്ക് സംസ്കാരത്തോടെ സംസാരിക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ എഴുതിക്കൊള്ളൂ. നിങ്ങളുടെ ഓരോ റെസ്പോൺസും ഈ ഒരു സംഭാഷണത്തെ കൂടുതൽ ഉയർത്തുന്നവയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.